ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് ഞാൻ ഇത് എന്താ പറയാ, എങ്ങനെ പറയണമെന്നില്ല അറിയത്തില്ല. കാരണം ഞാൻ ഇന്നലെയാണ് ഈ വീഡിയോ കണ്ടത്. ഞാൻ ആക്ച്വലി ഇവരൊന്നും വീഡിയോ കാണാറ് പോലും ഇല്ല. ബട്ട് ഞാൻ ഇന്നലെ റീല് കണ്ടോണ്ടിരുന്നപ്പം ഈ ഒരു ഇവരെന്താ ഞാൻ വിളിക്കേണ്ടത്, ഈ ഒരു ആൻറ്റി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. ഓക്കെ, ഞാൻ അത് കേൾപ്പിച്ചുതരാം. അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് അതിനകത്ത് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ മേക്ക് ഓണായിരിക്കും. എന്നാലും ഞാൻ വെയിറ്റ് ആക്കും, കാണിച്ചു തരാം എന്താ സംഭവം എന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കത് അറിയണം, എല്ലാവർക്കും ഇതേ ഒപ്പീനിയൻ ആണോ എന്ന് അറിയണം. കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിനിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോ? പോയി ഏതൊക്കെ ബസ്സിൽ കയറിയടി, ഏതൊക്കെ പോകുന്ന എല്ലാവരോടും എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അപ്പൊ മലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായി ഉണ്ടെങ്കിൽ അവർക്ക് മറ്റെടുത്ത് കൊടുക്കണം. ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുടിക്കും. എനിക്ക് ആക്ച്വലി ഇവര് പറഞ്ഞതിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ എൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു എന്നറിയാവോ? എനിക്കത് ഞാൻ ഒരു മുതുക്ക് ചീത്ത ഞാൻ പറഞ്ഞത്. എനിക്കത് പറയാൻ പോലും പറ്റില്ല. മുതുക്ക് ചീത്ത ഞാൻ വിളിച്ചു ഇവരെ. എടാ, എങ്ങനെയാടാ ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയെ പറ്റി ഇങ്ങനെ ഇത്രയും വൾഗറായിട്ട് പറയാൻ പറ്റുന്നത്? എനിക്ക് എന്താ പറയാ, അവരതിനകത്ത് യൂസ് ചെയ്ത വാക്കുകൾ നിങ്ങൾ കേട്ടായിരുന്നോ? അറപ്പ് തോന്നുന്നില്ലേ? ഇത് ആ വാ കൊണ്ട് എങ്ങനെ ഇവരിത് തിന്നും? ഇത് ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ഇവര് തിന്നും? ഒരു സ്ത്രീയെ പറ്റിയാ പറഞ്ഞത്, അതും വേറൊരു സ്ത്രീ. ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇത് കേൾക്കുന്ന ടൈമില് ആർക്കായാലും ഇവര് ഈ പറഞ്ഞത്, ഇവരൊരു ലോജിക്കില്ലാത്ത വർത്താനം എപ്പോഴും പറയണം, അത് വേറെ കാര്യം. എനിക്ക് ഇവർ ഇഷ്ടമല്ല പണ്ട് പോലെ. പക്ഷെ അത് എന്താ പറയാ, അത് മാറ്റർ അല്ല, ആർക്കൊരു മാറ്റർ അല്ല. എനിക്ക് അവരെ ഇഷ്ടമാണോ ഇഷ്ടമല്ല എന്നുള്ള അവർക്കൊരു മാറ്റർ അല്ല, ആരും മാറ്റർ ആക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇവർക്ക് ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ഇവരെല്ലായിടത്തും ഞാൻ പറഞ്ഞു കണ്ടേ, എല്ലാരെയും കമന്റിൽ കയറി പറയുന്നുണ്ട് എന്താ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്താ എല്ലാവർക്കും അവരവരായിട്ടുള്ള ഒപ്പീനിയൻ ഇല്ല, അതൊക്കെ അവർ പറയണ്ടേന്നുള്ളത്. ഒപ്പീനിയൻ പറയാം, പക്ഷെ നമ്മളൊരു ഒപ്പീനിയൻ പറയുമ്പം അത് തന്തയില്ലാത്തവരാവരുത്, മനസ്സിലായ? ഈ കമന്റ് ഇട്ടവന്മാരെ വീട്ടിലുള്ളവരെ ഇതേപോലെ പറഞ്ഞു. അപ്പൊ പറയും എന്റെ വീട്ടിലുള്ളവരൊന്നും ഇങ്ങനെ നടക്കാറില്ല. എക്സ്ക്യൂസ് മീ ബ്രോ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ദയാന്ന് പറയുന്ന ഒരു കുട്ടി ഇട്ടിരിക്കുന്ന ആ ഡ്രസ്സിനെ പറ്റിയാണല്ലോ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞത്. എടാ, അവളെ പാഷൻ, അവളെ പ്രൊഫഷൻ, അത് നിങ്ങളൊന്ന് കാണ്. അത് എന്നിട്ട് ഇവരുടെ അടുത്ത് എന്തോ ആരോ ഇവരുടെ അടുത്ത് സംസാരിച്ചായിരുന്നു ഫോണിൽ, എന്തോ എന്താ അവള് ഇവിടെ അല്ല ലണ്ടനിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ അവര് പറയാണ് ഇത് കേരളമാണ്, കേരളത്തിൽ ഇങ്ങനെയാണ്, കേരളത്തിലെ സൊസൈറ്റി അങ്ങനെയാണ്. അവള് കേരളത്തിലല്ല ഇട്ടത്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ ഇട്ടാലും കുഴപ്പമില്ല. ഒന്നാമത്തെ ഈ ഡ്രസ്സ് ഇടുന്നത് അവളെ ചോയ്സ് ആണ്. എന്താടാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ? എനിക്ക് അറിയത്തില്ല എങ്ങനെ പറയാന്നുള്ള. ഉടനെ ഈ സ്ത്രീ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു ഫെമിനിസം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. സംഭവം ഒരാളെ ചോയ്സ്, ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് സ്വന്തം ചോയ്സ് ആണ്. എന്ത് ധരിക്കണം, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തും ധരിക്കാം ഒരാൾക്ക്. ബട്ട് അവരുടെ പറഞ്ഞ റിപ്ലൈ ആക്കണം, കേരളത്തിൽ ഇങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ ആ പെണ്ണെന്തോ തിരിച്ചു പറഞ്ഞു, 2020 എത്രയായി, ഇപ്പൊ 26 2026 ഇങ്ങനെയൊക്കെയാണ്, മാറ്റങ്ങൾ വരണം, ഇങ്ങനെ നിങ്ങൾ കാണല്ലേ ലണ്ടനിൽ എങ്ങനെയാ അവരുടെ പറയണേ. 2026 30 40 50 കേരളം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ ഇതൊന്ന് പിടിക്കാനായിട്ട് എന്ത് വൾഗറായിട്ടാ പറയണേ നിങ്ങൾ കേട്ടല്ലേ? എന്ത് വൾഗറായിട്ടാ. എനിക്കാണെങ്കിൽ സത്യം പറയട്ടെ, കൈ ഇല്ലാത്തവൻ കൈ കെട്ടിയിട്ടടിക്കും. സീരിയസ്ലി പറയാം, ഇങ്ങനെ ഒരിക്കലും ഒരാളെ പറ്റി പറയാൻ പാടില്ല. എന്താ 2030 ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും കാണാൻ. എന്താ പറയുമ്പോൾ ഒരാൾക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ പറയുന്നത്. എനിക്ക് ആക്ച്വലി ഇല്ല, ഇത് ഇന്നലെ കേട്ടപ്പം മുതൽ എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യണം. കാരണം ഇവര് യൂസ് ചെയ്ത വേർഡ്സ് നിങ്ങൾ കേട്ടു നോക്ക്. ഇവരെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഇവർക്കൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഇവരിങ്ങനെ പറയോ? ആ ഒരു കുട്ടി ചൂസ് ചെയ്തത് ആ കുട്ടിയുടെ കരിയറായിട്ട് മോഡലിങ്ങോ ഇല്ലെങ്കിൽ പുറത്തുപോയി പഠിക്കുമ്പോൾ അവിടുത്തെ വസ്ത്രധാരണ അവർക്ക് അവിടെ നോർമലാ. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഇപ്പോഴും. ഞാൻ സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ആ പറട്ട കോളേജിൽ നിന്ന് ഇറങ്ങി ഇതേപോലെ കാഴ്ചപ്പാടുള്ള കുറച്ച് അമ്മച്ചിമാർ അവിടെ ഉള്ളതുകൊണ്ടാ.
ഞാൻ വിചാരിച്ചു അവിടെ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ഇത് ഇവര് യൂസ് ചെയ്ത വേർഡ്സില്ലേ, എനിക്ക് അതിൻ്റെ അടുത്ത ഒരുമാതിരി പൂച്ച. ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, ഇവർക്ക് പറയാം, ഇങ്ങനത്തെ ഡ്രസ്സിങ്ങിനെ പറ്റി പറയാം. അതേപോലെ തെറ്റാണ്, കാരണം അത് ആ ദയ എന്ന് പറയുന്ന ആളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഓക്കെ, അതിനെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് എനിക്ക് എന്നിട്ട് ഇവർ രണ്ടാമത് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന് മോർണിംഗ് ആയിരുന്നു തോന്നുന്നു, അതിനെ പറ്റിയിട്ട് എന്താ ന്യായീകരിക്കാൻ വരുന്നവർക്ക് എന്താ നടുവിരൽ നമസ്കാരം. ന്യായീകരിക്കാനല്ല ഇവിടെ ആരും പോകുന്നത്. ഇവിടെ ആൾക്കാർ എന്താ പറയാ, ന്യായീകരിക്കുക. ഞാൻ ഇപ്പൊ ഇത് ന്യായീകരിക്കുകയല്ല, ഒരാളെ റൈറ്റാ എന്തിടണമെന്നുള്ളത് ഡ്രസ്സ്. ഇപ്പൊ അവരാ കുട്ടിയെ കണ്ടേക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ആ കുട്ടി എന്തോ ഇവരടുത്ത് എന്നിട്ട് എന്ത് പറയാനാ, അങ്ങോട്ടെന്ന് ഇങ്ങനെയൊക്കെ ആണ്, ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് പറ, എന്നെ കുറിച്ച് പറയാന്ന് പറയുന്ന രീതിക്കാ. സീരിയസ്ലി ഇതിനൊക്കെ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ റിയാക്ട് ചെയ്യേണ്ടത്? ഇത് ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് റീസൺസ് ഉള്ളതുകൊണ്ടാണ് ആക്ച്വലി കുറേ ആൾക്കാർ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോണത്. പഠിക്കാനായാലും ജോലി എന്ന് പറഞ്ഞിട്ടായാലും. സീരിയസ്ലി ഞാൻ പറയാ, എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഇവരിപ്പോൾ ഈ പറഞ്ഞ് ഈ കാഴ്ചപ്പാട് കാണുമെന്നുള്ളത് ഇവർക്ക് ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിരിക്കും ഇങ്ങനെ കാണുന്നത് ഒരാളെ. പക്ഷെ ഇതേപോലെ നല്ല പെൺപിള്ളേര് നല്ല ആൺപിള്ളേരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരെന്നിട്ട് പറയണത് കുട്ടിയുടെ ഏതൊരു അടുത്ത് സംസാരിക്കുക, കുട്ടിയുടെ അച്ഛന്റെ മുമ്പിൽ കുട്ടി ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു. ഫെമിനിസ്റ്റിനെ എന്തോ പറയുക ഇവര്. ഒന്നാമത്തെ കാര്യം, ആ കുട്ടി ചോദിക്കുന്നതിന് ചോദ്യത്തിന് ഒരു എന്താ പറയുമ്പോ ഒരു റിലേറ്റബിൾ എന്ന് പറയുമ്പോൾ അതായിട്ട് ആ ടോപ്പിക്കായിട്ട് ഒരു ഇതും ഇല്ലാത്ത എന്തോ ഓപ്പോസിറ്റ് കാര്യമാണ് പറയണത്. കുട്ടിയുടെ അച്ഛന്റെ മുമ്പിൽ കുട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ട് കിടക്കും. ഒന്നാമത്തെ കാര്യം, അവരെന്തിനാ ഇതിനാ. എനിക്ക് ഫസ്റ്റ് ചോദ്യം ഇതാ, ദയാന്ന് പറയുന്ന ആള് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഇപ്പൊ ഇട്ട പോസ്റ്റ് അല്ല, പണ്ടിട്ട പോസ്റ്റാ. ആളുടെ പാഷൻ, ആളുടെ പ്രൊഫഷൻ ആ ഒരു ടൈമിൽ ഇട്ട്. എന്നിട്ട് എന്താ പറയുന്നത്, ഈ സിനിമയ്ക്കകത്ത് എന്തൊക്കെയോ റിലേറ്റഡ് ആയിട്ട് പറയും. സിനിമയ്ക്കകത്ത് ആണും പെണ്ണും വരുന്നു, ആണിനും പെണ്ണിൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറയുന്നു, അഭിനയിച്ച് സെലക്ഷൻ കിട്ടുമ്പം പെണ്ണിൻ്റെ അടുത്ത് മാത്രം എന്തിനാ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാ ചെയ്യാൻ കംഫർട്ടബിൾ ആണോ എന്ന്. ആ കുട്ടി ചോദിക്കുന്ന വേറെ എന്തോ ആണ്, ഇവര് പറയണ വേറെ എന്തോ ആണ്. അറിയത്തില്ല ആക്ച്വലി എനിക്ക് എന്തിനാ ഇത്രയും കൊള്ളുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ഇങ്ങനത്തെ എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ കോളേജിൽ നിന്ന്, പറട്ട കോളേജിൽ നിന്ന് എനിക്കിപ്പം TC കിട്ടി. ഞാൻ അതോടെ പറയുന്നത്, അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലത്തെ കുറെ അമ്മച്ചിമാർ ഇങ്ങനെ എന്നെ കുറിച്ച് പറയുന്നത്. അത് മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടിട്ട് സ്ലീവ്ലെസ് ഇട്ടതിനെ പറ്റി ഇപ്പോഴത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് വൃത്തിയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല, കാരണം ആൾക്കാരെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം മാത്രമാണ് ഇത്. മനസ്സിലായ? അവർക്ക് ഈ ഒരു പ്രായത്തിൽ അവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, മോൾ ഉണ്ടായിരുന്നെങ്കിൽ, ആ മോള് പ്രൊഫഷൻ അല്ലെങ്കിൽ പാഷനായിട്ട് ചൂസ് ചെയ്തത് മോഡലിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാഷൻ സെൻസ്, അല്ലെങ്കിൽ എന്താ ഈ ഫാഷനിങ് ആയാൽ പോലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഡ്രസ്സിങ്ങിൻ്റെ ഇതായാൽ പോലും അത് ഒരാളെ ചോയ്സാ. അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് അവര് മേക്കപ്പ് ഇടുന്ന, ആക്സസറീസ് ആയാലും സ്റ്റൈലിങ്, അതൊരു ആർട്ടാ. ആണോ അല്ലേ? ആർട്ടാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്ക് ആ കഴിവില്ല. എനിക്ക് സീരിയസ്ലി എനിക്ക് അസൂയ ഈ ഫാഷനിങ്ങും ഈ മോഡലിങ്ങൊക്കെ ചെയ്യുന്നവരടുത്ത് അസൂയ. കാരണം അവരെന്ത് ഭംഗിയായിട്ടാണ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അവരതിനു വേണ്ടി ഇടുന്ന എഫേർട്ടായാൽ പോലും ഓരോന്നും എനിക്ക് അറിയത്തില്ല സത്യത്തിൽ. എനിക്ക് ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്നവരെയൊക്കെ. ആക്ച്വലി ഞാൻ ഇതേന്ന് പറയുന്ന ആളെ ഫോളോ ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് സ്റ്റോറേജ് ഒന്ന് ഫുള്ളായിപ്പോയി അതിലാണ്. അപ്പം എനിക്ക് പറയുള്ളതെന്ന് പറഞ്ഞാൽ, അവർ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് മോർണിംഗ്. ഞാൻ അത് കണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫീഡിൽ, ഇവരത് സാധാരണ എൻ്റെ ഫീഡിൽ വരാത്തയാണ്. പണ്ട് വന്നപ്പോൾ എന്തോ നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ച് വിട്ടയാ. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ എൻ്റെ ഫുള്ള് ഫീഡിൽ വന്നുകൊണ്ടിരുന്ന ഈ ഒരു ഇഷ്യൂ ഇതിനെ പറ്റിയിട്ടുള്ള മൊത്തം കേരളം കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതിനെ പറ്റിയിട്ടാണ് വന്നോണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ കയറി വന്നത്. അപ്പം ഞാൻ അതിനകത്ത് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്തായാലും എനിക്കിതിന് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇത് റിയാക്ട് ചെയ്തേ പറ്റത്തുള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ. ഇത് വളകറാട്ടോ. എനിക്ക് ഒരുമാതിരി ഊന്നുള്ളൊരു ഇതായിരുന്നു. ഇവര് സ്വന്തം മോളായിരുന്നു ഇവര് ഇങ്ങനെ പറയുമായിരുന്നോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്കൊരു സ്വന്തം കുട്ടിയായിട്ട്. അപ്പം ആ കുട്ടിയുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി പഠിക്കുകയോ, അല്ലെങ്കിൽ ആ കുട്ടി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന PG ചെയ്യാനോ, അല്ലെങ്കിൽ എന്തിനും പഠിക്കാൻ പുറത്തോട്ട് പോയി. അപ്പൊ മോഡലിങ്ങോ അല്ലെങ്കിൽ എന്താ സ്റ്റൈലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യുമ്പം ഇവര് സ്വന്തം മോളെ പറ്റി പറയോ? ഇതിപ്പം ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫേമസ് ആണെന്ന് വെച്ചോ, ഇൻസ്റ്റയിൽ റീലൊക്കെ ഇട്ട് ഏകദേശം എല്ലാവർക്കും അറിയാം, പിന്നെ ഈ ആളുടെ മോളാണെന്ന് പറയാം, അപ്പം കുറച്ച് ഫേമസ് ആണെന്ന് വെച്ചോ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്.
ഓക്കെ, ചിലപ്പം ആളുടെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വർക്കായിരിക്കും ആ ഒരു വർക്ക് എന്ന് പറയണത്. ഒന്നിങ്കിൽ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫർ ചെയ്ത വർക്കോ, ഇല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പാർട്ട് ചെയ്ത ഒരാൾ ഭയങ്കര അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു പുള്ളിയെ ചെയ്തെന്ന് വെച്ചോ. സ്വന്തം കുട്ടിയായിരുന്നെങ്കിൽ ഈ ആൻറ്റി ഇങ്ങനെ വീഡിയോ എടുത്തിടൂ, ഓ എന്തൊരു അപ്പായത്, ഇങ്ങനെ നീ ഇങ്ങനെ കാണിച്ചോണ്ട് നടാ എല്ലാരും വന്ന് പിടിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരിടൂ. എന്റെ ക്വസ്റ്റ്യൻ അതാ, ഇവര് സ്വന്തം മോളായിരുന്നെങ്കിൽ ഇതേപോലെ ഇട്ടിരുന്ന് അവളുടെ ഒരു വർക്ക് അവൾ ഇതേപോലെ ഇട്ടിരുന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ ഇടുവോ? ഇങ്ങനെ അവർ അടുത്ത ദിവസം ഒരു വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് പറഞ്ഞോണ്ടിരിക്കുന്ന ഇടയ്ക്ക് മോള് പണ്ട് വർക്ക് ചെയ്തിട്ട് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് അയ്യേ അറപ്പ് തോന്നുന്നില്ലേ? അവർ സ്വന്തമായിട്ട് ചോദിക്കോ അയ്യേ ഇങ്ങനെയാണോ മോളെ വളർത്തി വെച്ചേക്കുന്നത്? ഇല്ല. നമുക്ക് ആ വീഡിയോ ഉണ്ടല്ലോ, ഒരു ലാസ്റ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടല്ലോ. മൈക്ക് ഓണാണ്, ദൈവത്തിനറിയാം, എനിക്കിതെല്ലാം ചെക്ക് ചെയ്തിട്ടിരിക്കാനൊന്നും വയ്യ. മൈക്ക് ഓൺ അല്ലെങ്കിൽ പോലും ഞാൻ ഉള്ളത് വെച്ചാൽ അത്ര തന്നെ. ഒരു മിനിറ്റ്. ഹായ്, മഞ്ജു പിള്ളയുടെ മകൾക്കെതിരെ ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എതിരെ എന്നല്ല, ആ കുട്ടി ചെയ്ത ഒരു വൃത്തികേടിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഞാൻ പബ്ലിക്കിൽ. ആ കുട്ടി എന്ത് വൃത്തികേട് ചെയ്തത്? ഇവർക്ക് മനസ്സിലായില്ലേടാ ഇത്രയും നാളായിട്ട്. മഞ്ജു പിള്ളയുടെ പറയണെന്ന് ഇവരൊന്നും, അവർക്ക് എന്ത് അർഹതയിരിക്കുന്നവർക്ക് വീണ്ടും ആ ടോപ്പിക് തന്നെ എടുത്തിട്ട് പറയാനായിട്ട്? ഞാൻ അത് ആലോചിക്കുന്നത്, ഇവര് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് പറഞ്ഞിട്ടില്ലേ വൃത്തിയേട് ചെയ്തതിനെ കുറിച്ചാണെന്ന്. ഇവർക്ക് അത്രയ്ക്ക് അങ്ങ് ഇതായിന്നുണ്ടെങ്കിൽ ഇവരിപ്പോഴാണോ ചെയ്യേണ്ടത്? പോസ്റ്റ് ബാക്കി കേൾക്കാം, ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ. തെറ്റിദ്ധരിക്കപ്പെടുന്നതല്ല, നിങ്ങൾ പറയുന്നത് മിസ്റ്റേക്ക് ആയോണ്ടാ. മഞ്ജു പിള്ള എനിക്കെതിരെ കേസ് കൊടുക്കും, മഞ്ജു പിള്ള എന്നെ മുക്കി കയറ്റും എന്നൊക്കെ പറഞ്ഞു. മഞ്ജു പിള്ള എന്നെ മുക്കി കയറ്റാൻ, ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. എടാ ഒന്നുമില്ല ഇവിടെ, എനിക്കറിയത്തില്ലടാ എന്താ പറയണ്ടെന്നുള്ള. കാരണം ഈ അറിവില്ലായ്മയ്ക്ക് എന്ത് റിപ്ലൈ കൊടുക്കണമെന്നില്ല എനിക്കറിയത്തില്ല. ഈ പറഞ്ഞില്ലേ പഠിപ്പ് കൂടിയാലും പ്രശ്നമാണ്. അതുമല്ല എന്താ പറയുക, പഠിപ്പിലൊന്നും കാര്യമില്ല. ഈ അറിവെന്നൊക്കെ അത് പറയണത് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് എന്താ ജന്മനാ കിട്ടണം. ഇതൊക്കെ എപ്പോഴല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഓണാവ് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മകൾക്ക് തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണോ? എന്റെ മകളോ എന്റെ കുടുംബത്തിലുള്ളതോ എന്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കൃത പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. ഇവരിപ്പോ അഭിപ്രായമോ പറഞ്ഞത്? ഈ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടതില് കേട്ടത് അഭിപ്രായമാണോ? നമുക്ക് അഭിപ്രായം പറയാടാ. ഒരാള് വസ്ത്രധാരണെ പറ്റിയോ അല്ലെങ്കിൽ അവരെ എന്താ പറയാ സെക്ഷുവലി അല്ലെങ്കിൽ ലൈംഗികത, ഇങ്ങനെയാണെന്ന് തോന്നുന്നു മലയാളം, ആ ഒരു ഇതിലല്ലേ ഇവര് പറഞ്ഞത്. അവരാ സ്റ്റേറ്റ്മെന്റ് ഇട്ടത് ക്ലിയർ അല്ലേ? നിങ്ങൾ കേട്ടല്ലേ ആദ്യത്തത്? അവരത് വിമർശിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പറയാം, ഫോട്ടോഷൂട്ട് ചെയ്തതൊക്കെ അവർക്ക് അഭിപ്രായമായിട്ട് പറയാം, ഇങ്ങനെ വസ്ത്രം ഇട്ട് ഇങ്ങനെയാണെന്ന്. പക്ഷെ ആ ഒരു കുട്ടി അവർ പറഞ്ഞത് ഒരുമാതിരി സെക്ഷുവലി അവരെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ, ആൾക്കാർ അവരെ സെക്ഷുവലി ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ ഒരുമാതിരി ഭയങ്കര വൾഗറായിട്ടല്ലേ പറയാം. അതെങ്ങനെ അഭിപ്രായമാകും? എനിക്കത് പറയാനുള്ള ഇതുണ്ട്. ഒരുപാട് പേരുടെ കമന്റ് കണ്ടു, നിങ്ങൾ ചെറിയ പ്രായത്തിൽ ചുരിദാർ ഇടാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു, അതുപോലെ ഞങ്ങളും ബുദ്ധിമുട്ടണോ എന്നുള്ള ചോദ്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കായ്മ കൊണ്ടാണ്. അപ്പൊ ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കൃത്യമായിട്ട് കേൾക്കുക, ചെവി തുറന്ന് കേൾക്കുക. സൈക്കിൾ ഓടിച്ചിരുന്ന സമയത്ത് എന്നെ വണ്ടിയിൽ വന്ന് ഇടിക്കാൻ ശ്രമിച്ചവരുണ്ട്. ഇന്ന് ഒത്തിരി പേര് സൈക്കിൾ ഓടിക്കുന്നു. പക്ഷേ ഞാൻ സൈക്കിൾ ഓടിച്ചത് മര്യാദയ്ക്ക് പോകാനും വരാനുമുള്ള പാത ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാഹനം ഉപയോഗിച്ചത്. അല്ലാതെ അതിൽ കാല് മേൽപോട്ട് വെച്ച് വണ്ടി ഓടിക്കുക, തൂങ്ങിക്കറങ്ങുക, കറങ്ങി തൂക്കുക, കുറങ്ങുക, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇവര് പറഞ്ഞ സംഭവം, ഇവര് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതും ഇപ്പൊ സൈക്കിളുമായിട്ട് പറയുന്നതും ഒരു ബന്ധവും ഇല്ല.
ഇവര് വസ്ത്രത്തിനെ പറ്റി ഒരാള് സെക്ഷലി ഇതാവട്ടെ എന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞതിനെ പറ്റി ആൾക്കാർ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞാൻ പണ്ട് സൈക്കിൾ ഓടിച്ചത് മര്യാദയ്ക്ക് കാല് ഇങ്ങനെ വച്ചിട്ട സൈക്കിൾ ഓടിച്ചത്, പെടല് തനിയെ അത് ചവിട്ടിപ്പോയി, അപ്പം ബാക്കി ഇപ്പൊ ഉള്ള ആൾക്കാർ സൈക്കിൾ മര്യാദയ്ക്ക് ഓടിക്കുന്നുണ്ട്, തല കുത്തനെയല്ല. പിന്നെ ഇവര് പറഞ്ഞായിരുന്നല്ലോ നേരത്തെ എന്താ, ആ ഒരു കുട്ടിയെ കണ്ട ആരും ഇൻഫ്ലുവൻസ് ആവണ്ട, മാതൃകയാക്കണ്ടെന്നുള്ളത്. എനിക്ക് ഒന്നേ പറയുള്ളൂ, എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ദേ കാരണം എന്ത് സ്വീറ്റാടാ, ആളിടുന്ന കണ്ടന്റ് ആയാൽ പോലും ഭയങ്കര റോ ആണ്, ഭയങ്കര ഭയങ്കര രസമാണ്. എങ്ങനെ നീയാൾക്ക് പറയാൻ തോന്നി? ഈ ആൻറ്റിക്ക് എങ്ങനെ ആ ഒരു തങ്കം പോലത്തെ ഒരു കുട്ടിയെ പറ്റി ഇങ്ങനെ പറയാൻ തോന്നി? അത് ഇത്രയും വൃത്തികേടായിട്ട് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല, എനിക്കൊന്നും എൻ്റെ വീട്ടിലുള്ള ആരും എന്തോ പറഞ്ഞ പോലെ എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യില്ലെന്ന് പറയല്ലേ, സീരിയസ്ലി എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിയത്തില്ല, പേടിച്ചൊക്കെ എനിക്ക് ആ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എന്ത് സ്വീറ്റാടോ, ഇരിക്കണാക്ക് ഇത് കേൾക്കണോ ഇനി? കുറച്ചുകൂടെ വ്യക്തം. കാൽസറ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേണിസത്തിന്റെ തുടക്കമാണെന്നൊരു തെറ്റിദ്ധാരണ. ഈ മോഡേണിസം എന്ന് പറയുന്ന തുണിയൂതി കളയൽ എന്ന ധാരണ പണ്ട് കാലഘട്ടങ്ങളിലുണ്ട്. അതിലേക്ക് നിങ്ങൾ ഞങ്ങളെ വീണ്ടും കൊണ്ടെത്തിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമ്മൾ കുറച്ച് മോഡേണായിട്ടൊക്കെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മീൻസ് പുരോഗമനം ശരീരത്തിൽ വരുമല്ലോ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഇതുപോലെയാണ്, ഇത്തരം എൻഡിങ്ങിലേക്കാണ് നീ പോകുന്നത് എന്ന് പറയപ്പെടുന്ന രീതിയുണ്ട്. മതവിശ്വാസങ്ങളിൽ മെയിൻ ആയിട്ടും ഇസ്ലാം മതവിശ്വാസങ്ങളിൽ നിന്ന് കലയെ ആസ്വദിക്കുന്ന കലാപരമായ കാഴ്ചപ്പാടുള്ള കുട്ടികളെ പുറത്തേക്ക് വിടാത്ത രീതിയുണ്ട്. ഞാൻ മോഹിനിയാട്ടം പഠിച്ചോളാണ്, എനിക്ക് അരങ്ങേറ്റം നിഷേധിക്കപ്പെട്ടതാണ്. പൊട്ടിട്ട് അരങ്ങേറാൻ ഇവര് തന്നെ പറയണുണ്ട്, ഇവര് പണ്ട് എന്തോ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ കളിച്ചിട്ടുണ്ട്, അരങ്ങേറാൻ സമ്മതിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പണ്ടത്തെ മോഡേണിസം എന്നൊക്കെ പറഞ്ഞാൽ തുണിയൂരി കാണിക്കുന്നതാണ്, തുണിയൂരി കാണിക്കുന്നില്ല മോഡേണിസം എന്നൊക്കെ. ഇവിടെ ആരും തുണിയൂരി കാണിച്ചിട്ടില്ല, എനിക്കത് ആദ്യം പറയുള്ളത്. അത് ആക്ച്വലി ഒരു ഫാഷനാണ്, അല്ലെങ്കിൽ അതൊരു ഇവർക്ക് എന്തെന്ന് മനസ്സിലാവാത്ത ഒരു ഫോട്ടോഷൂട്ട്. അത് ഇവര് പറയണത് കേട്ടാ തോന്നി ഇവരെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ആ കുട്ടി ഈ ഡ്രസ്സ് ഇട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് നോക്ക് നോക്ക് നോക്ക്, ഇവരെ വീട്ടിൽ ആമ്പിള്ളേരത്തേക്ക് നോക്ക് നോക്ക്. ഇവിടെ ഒരാള് എല്ലാവരും ഇവിടെ ഒരേ ഇതീ പറയണമെന്ന് പറയുമ്പോൾ ഇവർ ഈ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞതും ഈ യൂസ് ചെയ്ത വേർഡ്സിനെ കുറിച്ചോ ഇവരെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവർക്ക് ഈ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, മര്യാദയ്ക്ക് മാന്യമായ ഭാഷയിൽ പറയാം. ബട്ട് ഇവർ യൂസ് ചെയ്ത ലാംഗ്വേജസ് ഒന്നും പറയില്ല. എനിക്ക് വിലയില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ അവരെ മൈൻഡ് ചെയ്യാതിട്ടിരുന്നേ. പക്ഷെ ഇവരുടെ അടുത്തുള്ള ഇവരെ ഭയങ്കര ഹൈപ്പായിരുന്നു എല്ലാവരും. കാരണം ഇവരിങ്ങനെ രേണുവിനെ ഇങ്ങനെ പറയും, മറ്റത് പറയും, ഇവർ കുറേ കാര്യങ്ങളൊക്കെ എല്ലാം വെട്ടി തുറന്ന് പറയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെച്ച് ഓക്കെ, അങ്ങനെ ഒരു ഇതായിരുന്നു. ബട്ട് ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇവർക്കിപ്പം ഇവര് എന്തും പറയുന്ന ഒരു അവസ്ഥ, അത് ഇത്രയും വെറും വൾഗറായിട്ട് പറയുന്ന രീതിക്ക് എനിക്കതിനോട് യോജിപ്പില്ലെന്നല്ല, അറപ്പ ഇങ്ങനെയൊക്കെ പറയുന്നവരടുത്ത്. സീരിയസ്ലി, ഒരാൾ വസ്ത്രം ഇടുന്നത് അവരെ കംഫർട്ടിന് അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇടുന്ന, അല്ലാതെ സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യാനോ അല്ല സൊസൈറ്റി ഇങ്ങനെയാണ് അപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഇടണം അങ്ങനെ എന്ന് പറയുമ്പോൾ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വസ്ത്രം ഇടണം. ഇപ്പം ഈ ദയ എന്ന് പറയുന്ന ആള് ഇവരെ വീട്ടിലോ അല്ലെങ്കിൽ കോവിലിലോ അല്ലെങ്കിൽ ഒരു എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ വസ്ത്രം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് അത് ഇട്ടുകൊണ്ട് പോയില്ല, അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ കയറി പോയില്ല ഇങ്ങനത്തെ ഒരു ഡ്രസ്സിങ് ഇട്ടുകൊണ്ട്. ആള് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇട്ടതാണ്, ആളുടെ പാഷനാണത്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ആളെ ഇഷ്ടമായതിൻ്റെ കാരണം പോലും ആള് ഭയങ്കര ബോൾഡാണ്. ആളിതൊന്നും കെയർ ചെയ്യത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത് കെയർ ചെയ്യത്തില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ആള് വീഡിയോ പിന്നെയും ഇന്ന് റിയാക്ട് എന്തോ ഇട്ടെന്ന് തോന്നി, ഞാൻ കണ്ടില്ല. കാരണം എനിക്ക് ടൈം കിട്ടിയില്ല. എനിക്ക് എങ്ങനെയും ഫസ്റ്റ് വീഡിയോ ഇതെനിക്ക് എടുക്കണമെന്നുള്ളൊരിതായിരുന്നു ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ യൂസ് ചെയ്ത വേർഡ്സ് സീരിയസ്ലി എനിക്ക് തന്നെ ഭയങ്കര ഇതായി. കാരണം എൻ്റെ അടുത്ത് ഇത് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കോളേജിലുള്ളത്, വേറെ ആരുമല്ല, കോളേജിലുള്ള കുറച്ച് ടീംസൊക്കെ ഇങ്ങനെ ഒരുമാതിരത്തെ വൃത്തിയായിട്ട രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ അത് ഫീൽ ചെയ്യുമെന്നുള്ളത്. അപ്പം ഞാൻ വീഡിയോനെ ബാക്കി കാണുന്നില്ല, എനിക്ക് ആ ആൻറ്റിയുടെ മോന്ത ഇനി കാണണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഒരുമാതിരി ആവുന്നു ആള് സംസാരം തന്നെ, അല്ലാത്ത ഒരു രീതി തന്നെ ഭയങ്കര ബോറാ. അപ്പം എനിക്കിനി അത് ബാക്കി കാണണ്ട. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം
ആള് പറഞ്ഞത് ഇനി പറഞ്ഞ തലമുറ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യരുത് അങ്ങനെയൊക്കെയാണ്. ബട്ട് സീരിയസ്ലി ഗൈസ്, ഇവരെ കണ്ടാരും പഠിക്കല്ലേ. ഇവരാരാ? ഇവരാകെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാരെ റോസ്റ്റിംഗ് അല്ലല്ലോ, എന്താ ചെയ്യണേ, കുറെ റിയാക്ടിങ് വീഡിയോ ചെയ്യാൻ തോന്നുന്നല്ലേ, എനിക്കങ്ങനെ തോന്നുന്നത്. എനിക്ക് അതിനെപ്പറ്റി അധികം അറിയത്തില്ല ഇവരെ പറ്റിയിട്ട്. കാരണം എനിക്കൊന്നും മിക്ക കണ്ടന്റ് രേണുവിനെ പറ്റിയിട്ടായിരിക്കും. ആ രേണുവിനെ പറ്റിയിട്ടും വേറെ ആ സമയത്ത് ഏതാണ് ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ളത് അതിനെപ്പറ്റി അവര് സംസാരിക്കുന്ന കുറെ ഇത്. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയില്ല. ബട്ട് ഇവർ യൂസ് ചെയ്ത അത് ഒരാളെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, എന്ത് വീഡിയോ ഇടണമെന്നുള്ളതും അതൊക്കെ അവർ ഐ ഡോണ്ട് കെയർ. ബട്ട് അവര് യൂസ് ചെയ്ത വേർഡ്സ് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. എനിക്കതിന് ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും അവരെ കൂടെ യോജിക്കുന്നുണ്ട്? സീരിയസ്ലി, ഒരാളെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ ഇതൊക്കെ, ഡ്രസ്സിങ് ഒക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ ഫുഡ് കഴിക്കണ പോലെ ആ ഫുഡ് നീ കഴിക്കരുത്, സൊസൈറ്റിക്ക് ഇഷ്ടമല്ല എന്ന് പറയണ. എന്തായാലും തേടി ഇത്രയുള്ളൂ. എനിക്ക് എന്തോ ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നി ജസ്റ്റ്. കാരണം എനിക്ക് കേട്ടിരിക്കാൻ പറ്റിയില്ലടാ സീരിയസ്ലി. എനിക്കൊരുമാതിരി എൻ്റെ വീട്ടിലുള്ള ആരെയോ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇതായി. അതാ ഇത്രയുള്ളൂ ഇന്ന് തേടി. ബൈ ബൈ.